ഡ്രോൺ ആക്രമണം നടന്നുകൊണ്ടിരിക്കെ 80,000 ടൺ ക്രൂഡ് ഓയിൽ നിറച്ച് ഇന്ത്യൻ ടാങ്കർ കടലിൽ നിന്നും പുറപ്പെടുന്നു. ഇന്ത്യൻ നാവികസേനയുടെ സംരക്ഷണത്തിൽ യുദ്ധഭീഷണിക്കിടയിലൂടെ ഈ ഒരു യാത്ര. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ ചൂട്, ഇന്ത്യയുടെ എനർജി ലൈൻ അപകടത്തിലോ? വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധഭീഷണികൾക്കിടയിൽ ഇന്ത്യൻ ടാങ്കർ ജാഗ് ലാഡ്കി നേരിട്ട അതീവ അപകടകരമായ ഒരു സംഭവമാണ്. 2026 മാർച്ച് 14 UAE-യിലെ ഫുജൈറ പോർട്ടിൽ ഓയിൽ ലോഡിംഗ് നടക്കുന്നതിനിടെ പെട്ടെന്നൊരു ആക്രമണമുണ്ടായി. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണെന്നാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അവിടെ നങ്കൂരമിട്ടിരുന്നത് ഇന്ത്യൻ പതാക ഏന്തിയ ടാങ്കർ ജാഗ് ലാഡ്കി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കപ്പലിന് നേരിട്ട് ഒരു പ്രഹരവും സംഭവിച്ചിട്ടില്ല എന്നതാണ്. 80,800 ടൺ മർബൻ ക്രൂഡ് വിജയകരമായി ലോഡ് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ 10:30 സുരക്ഷിതമായ യാത്ര തുടങ്ങുന്നു. കപ്പലിലുള്ള എല്ലാ ഇന്ത്യൻ സീഫാരേഴ്സും സുരക്ഷിതം. ഇത് സംഘർഷ മേഖലയിലൂടെ സുരക്ഷിതമായി പുറത്തു വന്ന 4ാമത്തെ ഇന്ത്യൻ കപ്പലാണ്. ഈ കപ്പൽ ഗൾഫ് ഓഫ് ഒമാനിലൂടെ ഇന്ത്യൻ നാവികസേനയുടെ കർശന സംരക്ഷണത്തിൽ ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിലേക്ക് യാത്രയായി എന്നതാണ്. ഇത് സാധ്യമാക്കിയത് ഓപ്പറേഷൻ സങ്കൽപും. 2019 മുതൽ പ്രവർത്തിക്കുന്ന ഈ മിഷൻ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ രൂപകൽപ്പന ചെയ്ത ഒരു മിഷനാണ്. 3 യുദ്ധക്കപ്പലുകൾ ഇതിനായി വിന്യസിച്ചിട്ടുണ്ടെന്നതാണ്. ആകാശം, കടൽ, കടലടിത്തട്ട് എല്ലാ ഭീഷണികൾക്കും ഈ ഒരു ഓപ്പറേഷനിലുള്ള സംഘാംഗങ്ങൾ തയ്യാർ. ഇവിടെ വലിയൊരു ഗെയിം എന്താണ്? ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ 20% ഓയിൽ കടന്നു പോകുന്ന ഒരു വഴിയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾ, ഇറാൻ മറുപടി നൽകുമെന്ന മുന്നറിയിപ്പ് ഒക്കെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ നേരിട്ട് ഹോർമൂസ് വഴി പോകാതെ മറ്റ് റൂട്ട് ഉപയോഗിച്ചാണ് ടാങ്കർ സുരക്ഷിതമായി നീക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ 88% ക്രൂഡ് ഓയിൽ ഇറക്കുമതി, 50% നാച്ചുറൽ ഗ്യാസ്, 60% LPG, ഇതെല്ലാം പ്രധാനമായും പശ്ചിമേഷ്യയിൽ നിന്നാണ് വരുന്നത്. ഒരു ചെറിയ തടസ്സം പോലും ഇന്ധനവില കുതിച്ചു കയറ്റും. അതുപോലെ തന്നെ സപ്ലൈ ചങ്ങല തകർക്കാനും വഴിയൊരുക്കും. സർക്കാർ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് LPG പാനിക് ബുക്കിംഗ് ഒഴിവാക്കുക എന്നതാണ്. ഈ സംഭവം എന്താണ് വ്യക്തമാക്കുന്നത്? യുദ്ധഭീഷണി ഇനി ഭൂമിയിൽ മാത്രമല്ല കടലിലും ഉണ്ടാകും എന്നതാണ്. ഡ്രോൺ, മിസൈൽ, പുതിയ മറൈൻ ഭീഷണികൾ, ഇന്ത്യക്ക് ശക്തമായ നാവിക സാന്നിധ്യം ഈ ഒരു സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ നാവികസേന ഇപ്പോൾ റിയൽ ടൈം സർവൈലൻസ്, ഹൈടെക് മിസൈൽ ഡിഫൻസ്, ബ്ലൂ വാട്ടർ കേപ്പബിലിറ്റി എന്നിവ ഇനേബിൾ ചെയ്യുന്ന ഒരു സമയമാണ്. എല്ലാം ഉപയോഗിച്ച് സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സമയമാണ്. പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ പോലും ഇന്ത്യയുടെ എനർജി ലൈൻ മുന്നോട്ട് കുതിക്കുന്നു. കാരണം കടലിൽ കാവൽ നിൽക്കുന്നത് ഇന്ത്യൻ നാവികസേനയാണ് എന്നതുകൊണ്ട് തന്നെയാണ്.